സംസ്ഥാന വ്യാപകമായി നാളെ ഹർത്താൽ ആചരിക്കാൻ ബി.ജെ.പി. ആഹ്വാനം. കണ്ണൂർ പിണറായിയിൽ ബി.ജെ.പി. പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ ആചരിക്കാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ആഹ്വാനം ചെയ്തത്. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, പാൽ, പത്രം എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ബി.ജെ.പി. നുണപ്രചാരണം നടത്തുന്നതായി മുഖ്യമന്ത്രി. നാടിന്റെ സമാധാനം തകർക്കുന്നവർക്ക് ആർ.എസ്.എസും ബി.ജെ.പിയും പിന്തുണ നൽകുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആർ.എസ്.എസിൻ്റെ ആക്രമണം വലിയ തോതിൽ പെരുകി വരുന്നു എന്നതാണ് കാണാൻ സാധിക്കും. ഡൽഹിയിലെ ആർ.എസ്.എസ് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തിയ വാർത്ത നമ്മൾ കണ്ടു. ആ മാർച്ച് നടത്തിയ ദിവസം കേരളത്തിൽ ആലപ്പുഴ അമ്പലപ്പുഴയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനകീയ ലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിൽ സമയം. രോഗം പടരുന്നതിന് സഹായകരമാവാൻ പാടില്ല. അത് നല്ല തോതിൽ വൃത്തിയുള്ള ചുറ്റുപാട് നിലനിർത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ വന്നാൽ പലതും വ്യാപിക്കുന്നത് തടയാൻ പറ്റും. അതോടൊപ്പം ചെറിയൊരു രോഗം വന്നാൽ തന്നെ ഉടനെ ഉയർന്ന ആശുപത്രികളിൽ എത്തിച്ചേരേണ്ട ആവശ്യമില്ല. നാം ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയിലേക്ക് മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബ ഡോക്ടറെ പോലെ നമ്മുടെ ഹെൽത്ത് സെൻ്ററുകൾ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നില വരിക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആരോഗ്യനില ശ്രദ്ധിക്കാൻ ആ ഡോക്ടർക്ക് കഴിയും. അത്തരത്തിലൊരു സംവിധാനം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആദ്യഘട്ടത്തിൽ ചില പ്രയാസങ്ങളുണ്ടാവും. എങ്കിലും അത്തരമൊരു ലക്ഷ്യം ഇട്ടുകൊണ്ട് ആരോഗ്യരംഗം നീങ്ങുകയാണ്. അതോടൊപ്പം ആരോഗ്യ മേഖലയിലുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ആധുനികമായ രീതിയിൽ ശക്തിപ്പെടുന്നു. അതിനോടൊപ്പം ഒരു രോഗിയുടെ വിവരം കൃത്യമായി രേഖപ്പെടുത്തുന്ന സമ്പ്രദായങ്ങളിൽ അത് പരസ്പരം ബന്ധപ്പെടാനും ഡോക്ടർമാർക്ക് കൈമാറാനും ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ തേടാനും ഉപകരിക്കും. അങ്ങനെ ഒരു ആധുനിക ചികിത്സാ രീതി എല്ലാ അർത്ഥത്തിലും കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജുകൾ തൊട്ട് താഴോട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് വലിയ പരിഗണനയും പ്രാധാന്യവുമാണ് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആ കൂട്ടത്തിൽ രോഗം ബാധിച്ച് അശരണരായി പോകുന്നവരെ സംരക്ഷിക്കാനും സഹായിക്കാനുമുള്ള സംവിധാനങ്ങൾ വേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാലത്ത് ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ കണ്ട ഒരു കാര്യം, ഒരു ക്ഷേമ സഹകരണ സംഘം, വ്യത്യസ്തമായൊരു വീക്ഷണമാണ് അവരുടേത്. അതിൻ്റെ പ്രവർത്തനം, നാടിൻ്റെ പേര്, പിന്നെ സാമൂഹ്യക്ഷേമ സഹകരണ സംഘം എന്നാണ്. അവർ ചെയ്തത്, അവരവിടെയുള്ള നാട്ടുകാർ കൂടി ഒരു ഫണ്ട് സ്വരൂപിച്ചു. ഫണ്ട് സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുമല്ലോ, ഈ സംഘത്തിൽ നിക്ഷേപിച്ചു. പക്ഷേ അവർക്കാർക്കും പലിശ വേണ്ട. അങ്ങനെ പലിശരഹിത നിക്ഷേപമാണ്. ആ നിക്ഷേപത്തിൽ നിന്നുണ്ടാകുന്ന പലിശ ഉപയോഗിച്ച് അവർ സാധാരണ നിലക്ക് ലാഭകരമായിട്ട് ഉപയോഗിക്കുമല്ലോ ആ നിക്ഷേപം. അപ്പോൾ ആ പലിശ ഉപയോഗിച്ച് അവർ ഇപ്പോൾ 3 ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയിരിക്കുകയാണ്. അവർ മറ്റൊരുപാട് ഏർപ്പാടുകൾ അവർക്കുണ്ട്. ഇന്ന് ഉദ്ഘാടനം ചെയ്ത് 3 ഡയാലിസിസ് സെൻ്ററാണ്. അപ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് പലതരത്തിലുള്ള ഇടപെടലുകളാണ് വരുന്നതെന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള നൂതനങ്ങളായ കാഴ്ചപ്പാടുകൾ
അവതരിപ്പിക്കുന്നുണ്ട്, പ്രയോഗത്തിൽ കൊണ്ടുവരുന്നുണ്ട്. വളരെ നല്ല ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് അത് തോന്നിയത്. അവിടെ അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ ARPCയുടെ പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ചേതന ജനകീയ ലാബിൻ്റെ സ്ഥാപനവും. പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ബന്ധു നിയമനത്തിൽ മന്ത്രി EP ജയരാജൻ രാജിവെക്കണമെന്ന് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുമെന്നും KPCC രാഷ്ട്രീയ സമിതി യോഗത്തിന് ശേഷം സുധീരൻ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമനങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി. KSU സംഘടനാ തെരഞ്ഞെടുപ്പ് താഴെത്തട്ട് മുതൽ നടത്തണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടാൻ രാഷ്ട്രീയകാര്യ സമിതി യോഗം തീരുമാനിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി സ്വജനപക്ഷപാതത്തിലൂടെ അഴിമതി നടത്തിയ മന്ത്രി ജയരാജന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം രാജിവെക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു പോംവഴിയില്ല. വ്യവസായ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് 17-ന് കോൺഗ്രസ് നിയമസഭ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബന്ധു നിയമനത്തിൽ തിരുത്തൽ നടപടി സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നിയമന വിവാദത്തിൽ പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും യെച്ചൂരി പറഞ്ഞു. You see, the process of correction of whatever has happened has been initiated. The Secretariat is meeting on the 14th in AKG Center at Trivandrum. They will take the appropriate decisions and you will all be informed. So there will be corrective action anyway. Yes, obviously. ബന്ധു നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് AK ബാലൻ. UDF-നെ പോലെയല്ല LDF പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നിലപാട് കാത്തിരുന്ന് കാണാമെന്നും AK ബാലൻ പ്രതികരിച്ചു. CPIM എങ്ങനെ വിജിലൻ്റ് ആയാലും അപ്പുറത്തുള്ള ആൾക്കാരും ഇതേ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണമല്ലോ. അതല്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ കണ്ടത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആൾക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഗത്തു നിന്നാണ്? അതുകൂടി EP ജയരാജന്റെ നടപടി തെറ്റെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ജനാഭിലാഷത്തിനനുസരിച്ച് തിരുത്തൽ നടപടി LDF യോഗത്തിൽ ഉണ്ടാകുമെന്നും AK ശശീന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. ആ നിയമനം ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അത് തിരുത്തിയത്. അതിനെ LDF ന്യായീകരിച്ചിട്ടില്ലല്ലോ. ജനങ്ങളുടെ താല്പര്യങ്ങൾ, മുന്നണിയുടെ ആകെ പ്രഖ്യാപിത നയം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടല്ലേ ഒരു തീരുമാനം എടുക്കുക. അത് തീരുമാനമെടുക്കാൻ മാത്രം ആർജവമുള്ളൊരു നേതൃത്വം ഇപ്പം LDF-നും ഗവൺമെന്റിനും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രംഗത്ത്. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ശൈലേഷ് ചൗവിയാണ് വീഡിയോ സന്ദേശത്തിലൂടെ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തനം രാഹുലിന് പറ്റിയ പണിയല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഉടൻ തന്നെ പുറത്താക്കി മറ്റെന്തെങ്കിലും പണി ഏൽപ്പിക്കണം വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. രാഹുലിൻ്റെ ദല്ലാൾ പ്രയോഗത്തെയും ശൈലേഷ് വിമർശിക്കുന്നുണ്ട്. അതേസമയം രാഹുലിനെ വിമർശിച്ച ശൈലേഷിനെതിരെ കടുത്ത നടപടി വേണമെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. शैलेश चौबे, संगठन सचिव जिला कांग्रेस बड़वानी, मैं हमारी राष्ट्रीय अध्यक्ष श्रीमती सोनिया गांधी जी से ये मांग करना चाहता हूं कि जो व्यक्ति आप पार्टी के अध्यक्ष हैं, जो व्यक्ति पार्टी का भला नहीं कर सकता, अगर उनमें राजनीतिक योग्यता नहीं है तो उनको राजनीति बंद कर देना चाहिए, राहुल गांधी को पार्टी से निकाल देना चाहिए और उनको कोई एक अच्छे व्यवसाय में लगा देना चाहिए, ताकि हम जैसे लोग जो कांग्रेस को चाहते हैं तो भाजपा से लड़े और आगे लड़ाई जारी रखे. ये व्यक्ति हमें हर मोर्चे पर विफल करेगा और इसका नेतृत्व हमको स्वीकार नहीं है, क्योंकि ये नेतृत्वहीन व्यक्ति है. आप इसको पार्टी से निकालें, यह मेरी मांग. സംസ്ഥാന സർക്കാരിന് കീഴിലെ മുഴുവൻ ടോൾ പിരിവും നിർത്തലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത 4 വരിയാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലാരിവട്ടം മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിനാണ് പാലാരിവട്ടം മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ പരിഹാരമാകുന്നത്. മേൽപ്പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന മുഴുവൻ ടോളുകളും നിർത്തലാക്കുമെന്നും വരുമാനത്തിനായി ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് നിർമ്മിക്കുന്ന കാര്യങ്ങളിൽ
ടോൾ ഏർപ്പെടുത്തിക്കൊണ്ട് പിരിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കുകയാണ്. അതേസമയം ശാസ്ത്രീയമായി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങൾ തേടുകയും ചെയ്യും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത 4 വരിയാക്കത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് നമുക്ക് നടക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് കീഴിലെ കേരള റോഡ് ഫണ്ട് ബോർഡിന് ഇന്ധനവിഹിതമായി ലഭിക്കുന്ന തുകയിൽ നിന്നാണ് 39 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിച്ചത്. ഒറ്റത്തൂണിൽ 4 വരി ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാവുന്നത് സംസ്ഥാനത്ത് ഇതാദ്യമായാണ്. 442 മീറ്റർ പാലവും ഇരുഭാഗത്തുമുള്ള അപ്രോച്ച് റോഡുമടക്കം ഫ്ലൈ ഓവറിൻ്റെ ആകെ നീളം 750 മീറ്ററാണ്. 2014 സെപ്റ്റംബർ ആദ്യത്തോടെയായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഭിഭാഷക മാധ്യമതർക്കം പരിഹരിക്കാനുള്ള അനുരഞ്ജന ചർച്ചയിൽ നിർദ്ദേശങ്ങൾ അശാസ്ത്രീയമെന്ന് സെബാസ്റ്റ്യൻ പോൾ. നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ കോടതി റിപ്പോർട്ടിംഗ് സാധ്യമല്ലെന്നും സെബാസ്റ്റ്യൻ പോൾ കോഴിക്കോട് പത്രപ്രവർത്തക യൂണിയന്റെ സെമിനാറിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ വാർത്താ ശേഖരണത്തിന് വിവരശേഖരണത്തിനാണ് സ്രോതസ്സിൽ തന്നെ തടയുകയാണ്. അപ്പോൾ എമർജൻസിയേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ജഡ്ജിമാർ തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നു, ജഡ്ജിമാർ തന്നെ അത് സംരക്ഷിക്കുന്നു. ഞാൻ അത്രയും ഒരു നല്ല കരുത്തുള്ള ആയുധം കയ്യിലടിക്കുമ്പോൾ ഇന്ത്യൻ ആർമി നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് നടത്തിയതിനേക്കാൾ ഭംഗിയായി കാര്യക്ഷമമായി ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ മാധ്യമങ്ങൾക്ക് കഴിയും. അത് നടത്തിയാൽ തീരും, അത്രേ ഉള്ളൂ പ്രശ്നം. അത് അല്ലാതെ നമ്മൾ എല്ലാ കാലവും ഇങ്ങനെ ഡിഫൻസിലാവുക, പ്രതിരോധത്തിലാവുക, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. RSS പ്രവർത്തകരുടെ വേഷം കാക്കി നിക്കറിൽ നിന്നും തവിട്ട് പാൻറ്റിലേക്ക് മാറ്റിയതിന് കാരണക്കാരി തന്റെ ഭാര്യയും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവിയാണെന്ന് ലല്ലു പ്രസാദ് യാദവ്. RJDയുടെ അധ്യക്ഷനായി തുടർച്ചയായി 9ാം തവണയും ലല്ലു പ്രസാദ് യാദവ് തിരഞ്ഞെടുക്കപ്പെട്ട ചടങ്ങിലായിരുന്നു RSSന്റെ നിക്കർ അശ്ലീലമാണെന്ന റാബ്രിയുടെ പ്രസ്താവന ഉണ്ടായത്. കഴിഞ്ഞ വർഷം പട്നയിൽ RJD സംഘടിപ്പിച്ച സ്വാഭിമാൻ റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രി കൂടിയായ റാബ്രി ദേവി RSSന്റെ വേഷം അശ്ലീലമാണെന്ന് പറഞ്ഞത്. മുതിർന്നവർ നിക്കറുകളിട്ട് പൊതുസ്ഥലത്ത് വന്നു നിൽക്കുന്നത് അശ്ലീലമാണെന്നും ഇവർക്ക് നാണമില്ല എന്നുമായിരുന്നു റാബ്രിയുടെ പരാമർശം. लाठी छोड़ना और बीजेपी छोड़ दे, हाफ पैंट पहनना छोड़ दे. कैसा संगठन है कि छोटा बूढ़ा लोग छोटा पैंट हाफ पैंट पहनकर प्रदर्शन करते हैं, तो उतना नहीं लगता है बीजेपी को. റാബ്രിയുടെ പ്രസംഗം വൻ വിവാദമാണ് ഉയർത്തിയത്. റാബ്രി ദേവി 19ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നായിരുന്നു BJP നേതാവ് സുശീൽ കുമാർ മോദിയുടെ പ്രതികരണം. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ വേഷം പാൻസിലേക്ക് മാറ്റാൻ RSS തീരുമാനിച്ചു. നിക്കർ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ RSSകാർക്ക് ഇനി മനമാറ്റമുണ്ടാകണമെന്നും ലാലു പ്രസാദ് പറഞ്ഞു. ആയുധമുപേക്ഷിച്ചും വിഷം തുപ്പുന്നത് അവസാനിപ്പിച്ചും RSSകാർ സമാധാനപ്രിയരാകണമെന്നും ട്വീറ്റിൽ ലാലു ചൂണ്ടിക്കാട്ടി. നാഷണൽ ഡെസ്ക്. സ്വപ്നങ്ങളുടെ അതിർത്തി ആകാശമാണ്. ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് മലയാളത്തിൻ്റെ പ്രിയ നടി മീര നന്ദൻ. ഫേസ് യുവർ ഫിയർ ഡേ ഭാഗമായി ദുബായിൽ 13,000 അടി ഉയരത്തിൽ സ്കൈ ഡൈവിംഗ് നടത്തിയതിൻ്റെ ത്രില്ലിലാണ് താരം. മീര തന്നെയാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഒരു സാഹസിക യാത്ര നടത്തിയതിന്റെ സന്തോഷത്തിലാണ് മലയാളത്തിന്റെ പ്രിയ നടി മീര നന്ദൻ. ദുബായിൽ 13,000 അടി ഉയരത്തിൽ സ്കൈ ഡൈവ് നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് മീര തന്നെയാണ്. തന്റെ ദീർഘകാലമായുള്ള ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സ്കൈ ഡൈവിംഗ് എന്നാണ് താരം തന്നെ പറയുന്നത്. Nothing, I'm just everything clear. Get up there. Awesome. ഫേസ് യുവർ ഫിയർ ഡേയുടെ ഭാഗമായാണ് ദുബായിൽ മീര നന്ദൻ സ്കൈ ഡൈവിംഗ് നടത്തിയത്. ഒറ്റയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ശ്രമം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടൊപ്പം അല്പം പേടിയുമുണ്ടായിരുന്നു.
ദുബായ് തന്നെയാണ് സ്കൈ ഡൈവിംഗിന് പറ്റിയ സ്ഥലമെന്നാണ് മീരയുടെ അഭിപ്രായം. ഉയരത്തിൽ നിന്നുള്ള ദുബായ് അതീവ സുന്ദരിയാണ്. ജീവിതത്തിൽ താൻ ചെയ്തതിലെ ഏറ്റവും നല്ല കാര്യവും ഇതാണെന്നാണ് മീര പറയുന്നത്. സ്വപ്നങ്ങൾക്ക് അതിർത്തി ആകാശമാണെന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരിക്കലെങ്കിലും സ്കൈ ഡൈവിംഗ് നടത്തണമെന്നാണ് മീരയുടെ അഭ്യർത്ഥന. Wonderful! This is the best thing that I've done in my life. Awesome! Give high five to Daddy. Boom! Yeah. എന്റർടൈൻമെന്റ് ഡെസ്ക്. ആണവ വിതരണ ഗ്രൂപ്പിലേക്കുള്ള ഇന്ത്യയുടെ അംഗത്വം ചർച്ച ചെയ്യാമെന്ന് ചൈന സമ്മതിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കായി ശനിയാഴ്ച ഇന്ത്യയിലെത്തുന്ന ചൈനീസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ നീക്കത്തെ ശക്തമായി എതിർക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന. 2016 8ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഗോവയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളായ ബ്രസീൽ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കും. ഇവരെ കൂടാതെ സാർക്ക് രാജ്യങ്ങളിലെ തലവന്മാരെയും വിവിധ സെക്ഷനുകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ യോഗങ്ങൾക്കിടയിലാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ആവശ്യമായ ആണവ വിതരണ ഗ്രൂപ്പിലേക്കുള്ള അംഗത്വം ചർച്ച ചെയ്യാമെന്ന് ചൈന അറിയിച്ചിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. അംഗത്വം നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ചർച്ച പ്രതീക്ഷയോടെ വിദേശകാര്യ മന്ത്രാലയം കാണുന്നു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയുടെ നിലപാടും തിരുത്തണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. തീവ്രവാദം ബ്രിക്സിൽ പ്രധാന ചർച്ചയാകും. അതേസമയം ഇന്ത്യ പാക് തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഗോവയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഉച്ചകോടി നടക്കുന്ന വേദികളെല്ലാം. ബോബി ചെമ്മണ്ണൂരും ബോബി ഫാൻസ് ക്ലബും ചേർന്ന് അപകടകാരികളായ തെരുവ് നായ്ക്കളെ പിടിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് രൂപം നൽകുന്നു. തെരുവ് നായ്ക്കളെ പിടിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ കൽപ്പറ്റയിലെ ഡോഗ് റിസോർട്ടിലെത്തിച്ച് സംരക്ഷിക്കുന്നതാണ് പദ്ധതി. 10,000 നായ്ക്കളെയെങ്കിലും ഇത്തരത്തിൽ സംരക്ഷിക്കാനാണ് പദ്ധതിയെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. രോഗനിർണയം വൈകുന്നതിനാൽ വാതരോഗത്തിന്റെ ചികിത്സ വൈകുകയാണെന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഡോക്ടർ അനൂപ് പറഞ്ഞു. വാതരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം അനിവാര്യമാണെന്നും ഡോക്ടർ അനൂപ് വ്യക്തമാക്കി.